ഹലോ ഗൈസ്, വെൽക്കം ടു ഈസി മാത്സ് പ്ലസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊളീനിയറിൻ്റെ ഒരു മൂന്ന് കണ്ടീഷൻസ് കൊളീനിയറിന് ഉണ്ട്. അപ്പം എന്താണ് കൊളീനിയർ, എങ്ങനെ നമുക്കിത് കൊളീനിയർ ആണോ, പോയിന്റുകൾ കൊളീനിയർ ആണോ എന്ന് നോക്കാം, എങ്ങനെ ചെക്ക് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്താണ് കൊളീനിയർ? ഇറ്റ് മീൻസ് ദാറ്റ് 3 or more പോയിന്റ്സ് ലൈ ഓൺ ദി സെയിം ലൈൻ. ഒരേ ലൈനിൽ കിടക്കുന്ന മൂന്നോ അതിൽ കൂടുതലോ പോയിന്റ്സുകളെയാണ് എന്തെന്ന് പറയുന്നത്, കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ലൈൻ എന്ന് പറയുന്നത്. ഈ ലൈനിൽ ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം എന്താണ്, കൊളീനിയർ പോയിന്റുകളാണ്. ഒരു ലൈനിൽ ലൈ ചെയ്ത് കിടക്കുന്നത്, ഒരു ലൈനിൽ ഉള്ള മൂന്നോ മൂന്നിൽ കൂടുതലോ പോയിന്റ്സുകൾ എന്തെന്ന് പറയാം, കൊളീനിയർ എന്ന് പറയാം. അങ്ങനെയുള്ള പോയിന്റ്സുകളെയാണ്, ഒരേ ലൈനിൽ കിടക്കുന്ന പോയിന്റ്സുകളെയാണ് കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ലൈനാണ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, എന്നാൽ അടുത്ത പോയിന്റ് ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കൊളീനിയർ അല്ല. എന്നാൽ ഇത് ഒരു കൊളീനിയർ ആയിട്ടുള്ള ഒരു ലൈനാണ്. അപ്പോൾ ഇതാണ് കൊളീനിയർ. ഇറ്റ് മീൻസ് 3 or more points lie on the same line. അടുത്തിൻ്റെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നാൽ എങ്ങനെ 3 പോയിന്റ് തന്നിട്ടുണ്ടായിരിക്കും, ഈ 3 പോയിന്റുകൾ കൊളീനിയർ ആണോ അല്ലയോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാം, അതിൻ്റെ കണ്ടീഷൻ. ഇപ്പോൾ സ്ലോപ്പ് കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് കണ്ടീഷനാണ്. ഇപ്പോൾ സ്ലോപ്പ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒരു 3 പോയിന്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ തന്നിട്ടുള്ളത് എ എന്ന് പറയുന്നത് x1 y1, ബി എന്ന് പറയുന്നത് x2 y2, സി എന്ന് പറയുന്നത് x3 y3 ആണ്. അങ്ങനെയാണ് എങ്കിൽ സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി ആണെന്ന് പറയുന്നത്. ഇത് ഈക്വൽ ആണ് എങ്കിൽ, എയുടെയും ബിയുടെയും സ്ലോപ്പും ബിയുടെയും സിയുടെയും സ്ലോപ്പുകൾ ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് പറയാം ഇത് ഈ 3 കൊളീനിയർ പോയിന്റുകളാണ്, ഈ 3 ഒരു ലൈനിൽ കിടക്കുന്ന 3 പോയിന്റ്സ് ആണെന്ന് പറയാൻ പറ്റും. ഇനി സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുന്നത് x2 മൈനസ് x1 y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. നമ്മൾ സ്ലോപ്പ് ഓഫ് എ ബി ആണ് കാണുന്നത്, എയും ബിയും. അപ്പോൾ y2 മൈനസ് y1 ന്യൂമറേറ്ററിലും x2 മൈനസ് x1. ഇതാണ് എ ബിയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുന്നത് y2 മൈനസ് y1, അതായത് എയും ബിയും മാത്രം എടുത്തു, അതിൻ്റെ y കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് എടുത്തു, ഡിവൈഡഡ് ബൈ x കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് എടുത്തു. ഇതെന്തിന് ഈക്വൽ ആയിരിക്കണം? ബി സിയുടെ സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കണം. ബി സി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മളിവിടെ പറഞ്ഞത്, y2 മൈനസ് y1 അല്ലേ. ബി സി എന്ന് പറയുമ്പോൾ y3 മൈനസ് y2 ഡിവൈഡഡ് ബൈ x3 മൈനസ് x2. ഇത് രണ്ടും ഈക്വൽ ആണ് എങ്കിൽ ഇതിൻ്റെ സ്ലോപ്പും അതായത് സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി ആണെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും എന്താണ്, ഈ 3 പോയിന്റുകളും കൊളീനിയർ പോയിന്റുകളാണ് എന്ന് പറയാനായിട്ട് പറ്റും. ഇതാണ് സ്ലോപ്പ് കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷനാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടീഷൻ. If 3 points are collinear, they cannot form a triangle. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, കൊളീനിയർ എന്ന് പറയുന്നത് ഒരു ലൈനിൽ കിടക്കുന്ന 3 മൂന്നിൽ കൂടുതലോ പോയിന്റുകളാണ്. ഒരു ലൈനിൽ കിടക്കുന്ന പോയിന്റുകളാണെങ്കിൽ അതൊരിക്കലും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നില്ല. നമ്മൾ ട്രയാങ്കിൾ ആണെങ്കിൽ 3 ദിശയിൽ കിടക്കണം. ഇതിപ്പോൾ നമുക്ക് 2 പോയിന്റ് ഒരു ട്രയാങ്കിളിൽ ഒരു ലൈനിൽ കിടക്കും, പക്ഷെ മറ്റൊരു പോയിന്റ് വേറൊരു സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പം ഇതൊരു കൊളീനിയർ അല്ല. കൊളീനിയറിന്റെ അർത്ഥം തന്നെ എന്താണ്, ഒരേ ലൈനിൽ കിടക്കുന്ന 3 മൂന്നിൽ കൂടുതലോ പോയിന്റുകൾ. അപ്പം അതാണ് ഒരിക്കലും കൊളീനിയർ പോയിന്റ്സുകൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പം ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഏരിയ ഓഫ് എ എന്താണ്, ആ 3 പോയിന്റുകളും കൊളീനിയർ എന്ന് പറയാൻ പറ്റും. ഇനി എങ്ങനെയാണ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കുന്നത്? ഇപ്പം 3 കണ്ടീഷൻസ് ആണ് നമുക്കിവിടെ. എ ബി സി എന്ന് പറയുന്ന 3 പോയിന്റുകൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, അതിൻ്റെ ഫോർമുല വന്നിട്ട് 1/2 ഓഫ് x1 y1, നമ്മളിവിടെ എക്സ്ട്രാ 1 ഇടുന്നു, x2 y2 1 ഇടുന്നു, x3 y3 1. ഇത് ഡിറ്റർമിനൻ്റ് ആണ്.
ഇതെന്തായിരിക്കണം? ഇത് 0 ആണെങ്കിൽ ഇത് കൊളീനിയർ ആയിരിക്കും. ഈ 3 പോയിന്റുകളും, ഇത് ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, എ ബി സി 3 പോയിന്റുകൾ. അപ്പം ഇതാണ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഹാഫ് ഓഫ് ഡിറ്റർമിനൻറ്റ് x1 y1 1, x2 y2 1, x3 y3 1. ഇത് നമ്മളിത് എങ്ങനെ ചെയ്യുന്നു വെച്ചാൽ ഹാഫ് നമ്മൾ പുറത്തിടുന്നു. x1 ഇൻറ്റു y2 മൈനസ് y3, അതായത് x1 ഇത്. ഈ ഒരു ടേമിനെ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ടേം എടുത്തിട്ട് അതിൻ്റെ റോയും അതിൻ്റെ കോളത്തിനെയും മാറ്റി ബാക്കിയുള്ളതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ടേമാണ് നമ്മൾ ഇവിടുത്തെ മാറ്റി ആദ്യത്തെ ടേമായിട്ട് എടുത്തിരിക്കുന്നത്. അത് മാറ്റിയിട്ട് അതിൻ്റെ റോയിനെയും അതിൻ്റെ കോളത്തിനെയും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതിൻ്റെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. y2 മൈനസ് y3, അടുത്തത് മൈനസ് അടുത്ത് നമ്മൾ ഇതാണ് എടുക്കുന്നത്, y1 ഇൻറ്റു ഇതെടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ റോയും അതിരിക്കുന്ന കോളവും നമ്മൾ ബാക്കി കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. x2 മൈനസ് x3 പ്ലസ് ഇതാണ് അടുത്തെടുക്കുന്നത്. അപ്പോൾ ഇതിനെയും നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. x2 y3 മൈനസ് y2 x3 ഈക്വൽ ടു 0. നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം നമ്മൾ ഇതേപോലെ എഴുതിയിട്ട് ഇതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 0 ആണ് കിട്ടുന്നതെങ്കിൽ അത് ഒരു കൊളീനിയർ പോയിന്റ്സ് ആയിരിക്കും. ഈ ഹാഫ് എന്ത് പുറത്തിട്ടെന്നറിയാലോ, ഇവിടുത്തെ ഹാഫാണ്. നമ്മൾ ബാക്കിയുള്ളതിനെയാണ് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇതാണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കണ്ടീഷനാണ് ഏറ്റവും എളുപ്പമുള്ള കണ്ടീഷൻ, ഡിസ്റ്റൻസ് മെത്തേഡ്. നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് 3 പോയിന്റ്സുകൾ കൊളീനിയർ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഡിസ്റ്റൻസ് മെത്തേഡ്. ഇഫ് 3 പോയിന്റ്സ് എ ബി സി ആർ കൊളീനിയർ ദെൻ 1 പോയിന്റ് ലൈസ് ബിറ്റ്വീൻ ദി അതർ 2. ഇതിപ്പം ഡിസ്റ്റൻസ് മെത്തേഡ് വെച്ചിട്ട് അറിയാലോ, കൊളീനിയർ ആണെങ്കിൽ എയും ബിയും സി, ഇതൊരു എ, ഇത് ബി, ഇത് സി ആണ് എങ്കിൽ 1 പോയിന്റ് എന്ന് പറയുന്നത് ഈ 2 പോയിന്റുകളുടെ ഇടയ്ക്ക് നിൽക്കും. 3 പോയിന്റുകൾ കൊളീനിയർ ആണ് എങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എ എന്ന് പറയുന്നത് നമുക്കിവിടെ x1 y1 ഉണ്ട്, ബി എന്ന് പറയുന്നത് x2 y2 ഉണ്ട്, സി എന്ന് പറയുന്നത് x3 y3 ഉണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചത് കൊളീനിയർ ആണെന്ന് തെളിയിക്കുന്നത് എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി ആണ് എങ്കിൽ ഇതാണ് ഡിസ്റ്റൻസ് മെത്തേഡ്. എ ബി പ്ലസ് ബി സി എന്ന് പറയുന്നത് എ സി ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് കൊളീനിയർ പോയിന്റ്സ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടൊരു കൊളീനിയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് ഇത് നമ്മൾ സം ചെയ്യുക, എയും ബിയും കണ്ടുപിടിക്കുക, അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എ ബിയുടെ ഡിസ്റ്റൻസ് എന്താണ്? സാധാരണ നമ്മുടെ ഫോർമുല വെച്ച് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് റൂട്ട് ഓഫ് x2 മൈനസ് x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പം ഇതാണ് ഡിസ്റ്റൻസ്. ഇതാണ് നമുക്ക് എ ബി എന്ന് പറയുന്നത്, എ ബി. അങ്ങനെയാണെങ്കിൽ ബി സി എന്ന് പറയുന്നതോ റൂട്ട് ഓഫ് ബി സി റൂട്ട് ഓഫ് x3 മൈനസ് x2 ദി ഹോൾ സ്ക്വയർ പ്ലസ് y3 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ. ഇതിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കണം? എ സി ആയിരിക്കണം. എ സി എന്ന് പറയുന്നത് x3 മൈനസ് x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് എയും സിയും ആണ് y3 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് ചെയ്യുമ്പോൾ എ ബി പ്ലസ് ബി സി എന്ന് പറയുന്നത് എ സി ആണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് പറയാം ഈ 3 പോയിന്റും കൊളീനിയർ പോയിന്റ്സുകളാണ്. അപ്പോൾ ഇതാണ് 3 പോയിന്റുകൾ കൊളീനിയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട 3 മെത്തേഡുകൾ. ഒന്നാമത്തേത് സ്ലോപ്പ് കണ്ടീഷനാണ്. അവിടെ സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ബി സി ആയിരിക്കണം. രണ്ടാമത്തെ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടീഷൻ. മൂന്നാമത്തേത് ഡിസ്റ്റൻസ് ഫോർമുല.
അപ്പോൾ വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.